നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് കാർത്തികയെ ലക്ഷ്മിയമ്മയും ദിലീപും സംസാരിച്ചിരിക്കുകയാണ്. ആ സമയം ലക്ഷ്മിയമ്മ ദിലീപിനോട് പറഞ്ഞു, മോൻ അറിയാലോ, ചെന്നൈയിലും ഞങ്ങൾക്ക് കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് എന്നെ കൊണ്ടും കാർത്തിക മോളും കൊണ്ടും ഇപ്പൊ പറ്റുന്നില്ല. കാരണം അവിടേക്കും ഇവിടേക്കും ഓടി നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ചെന്നൈ നിന്നെ. പിന്നെ മോൾ ഇങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നേ. ഇനിയിപ്പം കല്യാണം കഴിഞ്ഞുകൊണ്ട് ദേ മോൻ വേണം കുറെ കാര്യങ്ങളൊക്കെ നോക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദിലീപ് പറഞ്ഞു, കാർത്തി എന്നോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചായിരുന്നു അമ്മേ. അപ്പം ഞാൻ കാർത്തിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇനിയിപ്പം അമ്മ ഇങ്ങനെ ഓടി നടന്ന് വിഷമിക്കണ്ട, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും സഹായിക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, മോനെ നീ ഇനിയിപ്പോൾ ആ ജോലിക്കൊന്നും പോവണ്ട. കാരണം ഈ കമ്പനികളൊക്കെ നോക്കി നടത്താനായിട്ട് ആരെങ്കിലും ഒരാൾ വേണ്ടേ? അല്ലെങ്കിൽ തന്നെ ആണൊരുത്തനുള്ളത്. അവൻ അങ്ങനെയായി പോയില്ലേ. അവൻ നല്ലവനായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടതും കാർത്തിക പറഞ്ഞു, ഇനിയിപ്പം അമ്മ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇനി അവൻ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. വന്നാൽ പോലും അവനൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മയെന്ന് പറഞ്ഞു. ദിലീപ് പറഞ്ഞു, അതെ അമ്മേ, അമ്മ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാനും കാർത്തികങ്ങൾ ചേർന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് തീരുമാനങ്ങൾ? അതെ, വീട്ടിലാണെങ്കിൽ അമ്മ തനിച്ചല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു വീട്ടിൽ കഴിഞ്ഞാൽ പോരെ. വെറുതെ എന്തിനാ അമ്മ തനിച്ച് ഒരു വീട്ടിൽ കഴിയുന്ന? അതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. അമ്മയ്ക്കാണെങ്കിലും ഒരു മിണ്ടിയും പറഞ്ഞിരിക്കുക ഒരു കൂട്ടായില്ലേന്ന് ചോദിച്ചു. ലക്ഷ്മിയമ്മ പറഞ്ഞു, അത് ശരിയായിട്ടുള്ളൊരു കാര്യമോ മോനെ. പക്ഷേങ്കില് മോന്റെ അമ്മ അതിന് സമ്മതിക്കുവോ? അമ്മയ്ക്ക് അതിനകത്ത് ഒരു മടിയില്ല. അമ്മയെക്കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാന്ന് കാർത്തിക പറഞ്ഞു. അതെ, അമ്മയെപ്പോലെ തന്നെ നല്ലൊരു അമ്മയെ എനിക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. അമ്മായിമ്മയൊന്നുമല്ല, അതെന്റെ സ്വന്തം അമ്മയാന്ന് എനിക്ക് തോന്നുന്ന സ്നേഹമൊക്കെ കണ്ടിട്ട്. അല്ലെങ്കിൽ ദിലീപേട്ടൻ ഞാനും തമ്മിലുള്ള വിവാഹം നടക്കുമായിരുന്നു. ഇപ്പം അമ്മ സമ്മതിക്കാതിരുന്നെങ്കിൽ എന്തായി തീരുമാനേനും. ദിലീപ് പറഞ്ഞു, അത് ശരിയാ, ആദ്യമൊക്കെ അമ്മയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു ഈ വിവാഹത്തിന്. പക്ഷെ പിന്നീട് അമ്മയ്ക്ക് തന്നെ തോന്നി, അച്ഛന്റെ മരണശേഷം ഒരു കാരണവശാലും ഇത് വിട്ടു കൊടുക്കരുത്. ആ ഗംഗാപ്രസാദിനെ പോലെയുള്ളവന് മറുപടി കൊടുക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം ഇതാന്ന്. അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു, ശരിയാ, അമ്മയുടെ മനസ്സിൽ വേദനയുണ്ട്. പക്ഷെ അതൊന്നും അമ്മ പുറത്ത് കാണിക്കുന്നില്ല. എന്നോടും അത്ര നല്ല കാര്യത്തോടെ തന്നെയാ പെരുമാറുന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, ആ അമ്മയെ ഒരു കാരണവശാലും ഒരു വാക്കും കൊണ്ടോ നോക്കും കൊണ്ടോ പോലും നീ വേദനിപ്പിക്കരുത് മോളെ. സ്നേഹത്തോടെ തന്നെ നിങ്ങൾ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് ദിലീപ് പറഞ്ഞു, അതെ, ഇനിയിപ്പോൾ അധിക ദിവസം ലീവൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്ന് രണ്ട് വീട്ടിൽ കൂടെ വിരുന്നിനൊക്കെ പോവുകയും ചെയ്യണം. അപ്പൊ ഇന്ന് തന്നെ ഞങ്ങൾ അങ്ങോട്ട് തിരികെ പോകാന്നാ വിചാരിക്കണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, പോവുക എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ ഒരു സങ്കടമുണ്ട്. കാരണം മോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. മോളെ അവിടെ ചെന്നാലും സൂക്ഷിക്കണം, അറിയാലോ, അവൻ ദുഷ്ടനാണ്. ഏത് വഴി വരുമെന്ന് അറിയാൻ പറ്റത്തില്ല. അമ്മേ, ആ കാര്യം ഓർത്ത് അമ്മ പേടിക്കണ്ട. അമ്മയ്ക്കറിയാലോ, പാതിരാത്രിയിൽ അവന് വീട്ടിൽ കയറിയ സമയത്ത് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിച്ചെന്നോളാം ഞാൻ. ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല. പിന്നെ ഇപ്പൊ ദിലീപേട്ടന് എന്തിനു വരെ സ്ട്രോങ് സപ്പോർട്ടുമായിട്ട് എൻ്റെ കൂടെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ ഇതിനെ പേടിക്കണേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മി പറഞ്ഞു, അത് ശരിയാ മോളെ, എന്നാലും വിഷമിക്കൊന്നും വേണ്ട. അമ്മ ധൈര്യമായിട്ടിരിക്കാനും പറഞ്ഞുകൊണ്ട് അങ്ങനെ ലക്ഷ്മിയമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയം സരു രാഹുലിനെ കാണാൻ ചെല്ലുവാണ്. അങ്ങനെ രാഹുലിനെ കാണാൻ ചെന്ന് രാഹുലിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. സംസാരിച്ച സമയത്ത് രാഹുൽ പറഞ്ഞു, എന്നാലും ആ കാർത്തികയുടെയും ദിലീപിന്റെ കല്യാണം നടക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഗംഗാപ്രസാദ് ഒരു പക്ഷെ അവൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞു കാണത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും സരിയ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അച്ഛാ. അല്ല, അവന്റെ കാര്യം എന്തായി? ആ മനോഹറിന്റെ കാര്യം അച്ഛന് ഉറപ്പ് തന്നുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ പുറത്തു വെച്ച് ഞാൻ അവനെ തീർത്തേനെന്ന് പറഞ്ഞു. മോളെ, അത്ര പെട്ടെന്നൊന്നും അവനെ തീർക്കാൻ പറ്റില്ലെന്ന് അറിയാലോ. അവനിപ്പോ എന്തോ ഒരു വാശിയിൽ പോലെ എന്നോട് പെരുമാറുന്നേ. മുമ്പായിരുന്നെങ്കിൽ അവൻ്റെ പേടി ഉണ്ടായിരുന്നു എന്നെ. ഇപ്പൊ അവൻ ആ പേടിയൊന്നും ഇല്ല. അത്ര പെട്ടെന്നൊന്നും അവനെ തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അത് കേട്ടപ്പോ സരയു പറഞ്ഞു, അല്ലെങ്കിലും അച്ഛനെ കൊണ്ട് എന്തിനു കൊള്ളാം. ഇത്ര നാളായിട്ടോ അച്ഛൻ എനിക്ക് വേണ്ടി എന്തിനും ചെയ്തു തന്നിട്ടുണ്ടോ? മോളെ ഇങ്ങനെ പറയരുത്. അവനൊന്നും തിരിച്ചു വന്നോട്ടെ ആ ഗംഗാപ്രസാദ്. അധികം വൈകാതെ അവൻ ഇങ്ങോട്ടേക്ക് വരിക തന്നെ ചെയ്യും. അത് കേട്ടപ്പോ സരയു പറഞ്ഞു, അവനെ എങ്ങാനും കിരണ്ട കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് ഈ തിരികെ ജയിലിലേക്ക് വരത്തില്ല എന്ന് പറഞ്ഞു. മോളെ, അങ്ങനെയൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഈ പറയുന്ന ഗംഗാപ്രസാദ് ആദ്യം തീർക്കേണ്ടത് ആ കാർത്തേനയല്ല, ആ കല്യാണി എന്ന് പറയുന്നവളുണ്ടല്ലോ, അവളെയാണ് തീർക്കേണ്ടത്. അങ്ങനെ തീർക്കുമായിരുന്നു മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നു. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കിരണിനെ കുറിച്ച്. ശരിക്കും പറഞ്ഞ എല്ലാത്തിനും കാരണക്കാരി ആ കല്യാണിയല്ലേ എന്ന് ആലോചിച്ച് നോക്കിയേ. മോളുടെ ജീവിതം തകർത്തെ അവൾ ഒറ്റയൊരുത്തിയല്ലേന്ന് ചോദിച്ചു. പിന്നെ മോളിപ്പൊ കൂട്ടിപ്പിടിച്ച് കൊണ്ടു നടക്കുന്നുണ്ടല്ലോ താരയെന്ന് പറയുന്ന ഒരുത്തിയെ. അവൾക്ക് മിണ്ടാൻ പറ്റത്തില്ലെങ്കിൽ പോലും അവൾ ഒടുവിൽ കാര്യം നേടിയെടുത്തു. നിന്നെ അവൾ സ്വന്തമാക്കിയില്ലേ? പക്ഷെ ഇപ്പം എന്റെ അവസ്ഥ കണ്ടോ, ഞാൻ ജയിലിലും ആയില്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സരയു പറഞ്ഞു, അച്ഛാ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ.
പറയേണ്ട കാര്യങ്ങൾ പറയുക തന്നെ ചെയ്യണം. ആ കല്യാണി തീർന്നു കിട്ടുവാണെങ്കിൽ നിന്റെ ജീവിതം സന്തോഷമായിട്ട് നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇനി ഈ സമയം വൈകിട്ടില്ല. കിരണിനോടൊപ്പം നിനക്കൊരു ജീവിതം ഉണ്ടാവും. നിന്റെ കുഞ്ഞിനൊരു അച്ഛനെ വേണ്ടേ? മനോഹറിന്റെ കാര്യത്തിൽ എന്താളും ഒരു തീരുമാനം ഉണ്ടാവും. ഗംഗാപ്രസാദ് തിരികെ വന്ന് അവനെ തീർക്കും. ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും വിധത്തിൽ അവനെ തീർത്ത് കളയും. അത് കേട്ടപ്പോൾ സരി പറഞ്ഞു, എനിക്ക് അതാ വേണ്ടത്, അവനെ തീർത്ത് കളയണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇനി ഞാൻ അച്ഛനെ കാണാൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട. അത് മാത്രമല്ല, ആ കല്യാണിയെ തീർക്കാൻ പറ്റുമെങ്കിൽ എന്തേലും ഒരു മാർഗം കിട്ടുവാണെങ്കിൽ നീ അതും കൂടി ചെയ്തേരെ. ആരെ കൊണ്ടേലും ചെയ്യിക്കും, എന്തേലും ചെയ്യുക. അങ്ങനെയാണ് നിനക്ക് പുറത്തൊരു നല്ല ജീവിതം ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ രാഹുൽ ഉപദേശിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സരുവിന് സന്തോഷമായിരുന്നു. കാരണം കല്യാണി തീരുവാണെങ്കിൽ മുമ്പത്തെ പോലല്ല. മുമ്പ് കിരണിനെയും കല്യാണിയും ഒരുമിച്ച് തീർക്കാനാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. മനോഹറിന്റെ ചതി അല്ലെങ്കിൽ അവൻ ദുഷ്ടനാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേനും കിരണിന്റെ അടുത്തേക്ക് മനസ്സ് ചായുവാണ് സരുവിന്റെ. ഇപ്പൊ അവനെ സ്വന്തമാക്കണം എന്നൊരു ചിന്തയൊക്കെയാണ് മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്നത്. അതിപ്പോ കല്യാണിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയിട്ടോ അല്ലെങ്കിൽ കല്യാണിയെ മാറ്റിയിട്ടോ ആ സ്ഥാനത്തേക്ക് കയറണം എന്നൊരു ചിന്ത സരുവിന്റെ മനസ്സിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പോരാത്തേനും രാഹുൽ അതിന് വളം വെച്ച് കൊടുക്കുന്നുണ്ട്. എരുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ സരു അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പൊ സരു ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. കിരണിനെ എങ്ങനെയും സ്വന്തമാക്കണം. ഒരുപക്ഷെ കിരണാണ് തന്റെ ജീവിതത്തിലെങ്കിൽ തനിക്കിപ്പോ ഇന്ന് ഈ ആപത്തുകളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. തനിക്ക് ഇത്ര വിഷമിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഈ സമയത്ത് കിരണും കല്യാണി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ കല്യാണി കിരണിനോട് പറഞ്ഞു, കിരണേട്ടാ, ഇനിയെങ്കിലും കാർത്തിയേച്ചിക്കും ദിലീപേണ്ണും സ്വസ്ഥതയോട് സമാധാനത്തോടെ കഴിയണം. ഒരു കാരണവശാലും ആ ഗംഗാപ്രസാദിന്റെ ശല്യം ഉണ്ടായിക്കൂടാ. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, എന്നെ വിശ്വാസമില്ലേ? അവൻ ഒരു കാരണവശാലും ഇനിയിപ്പം ഒരു ശല്യമായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞു. അത് കിരണേട്ടന് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? കാരണം എനിക്ക് അവനെക്കുറിച്ച് ഓർത്തിട്ട് ഓരോ നിമിഷവും ടെൻഷനാ. എൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ അവൻ തീരണം. അവൻ തീർന്നാൽ മാത്രമേ എൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ. അത് മാത്രമല്ല, ദിലീപേൻ്റെ അച്ഛനും അതുപോലെ അമലുവിൻ്റെ അച്ഛനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, ആ കാര്യം ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കല്യാണി, ഇനി അവൻ വരത്തില്ല. അല്ല, അതെങ്ങനെ കിരണേട്ടന്? ഞാൻ പറഞ്ഞല്ലോ, അവൻ എങ്ങോട്ടേലും പോയി കാണും. വരാനാണെങ്കിൽ അവൻ പണ്ടേ വന്നേനം. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും സംഭവിച്ചു കാണും. ആരെങ്കിലും അവനെ തീർത്ത് കാണുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു പക്ഷേങ്കിൽ അവന്റെ സ്വഭാവം ആയതുകൊണ്ട് ലക്ഷ്മിയമ്മ പറഞ്ഞ പോലെ ഏത് പാദയാത്രയിൽ അവൻ കടന്നു വരും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും പേടിയില്ല. പക്ഷേ കാർത്തേച്ചിക്കും ദിലീപേണ്ണൊന്നും ഒന്നും സംഭവിക്കരുത്. എത്ര പ്രതീക്ഷയോട് കൂടിയിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിയമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ, നമുക്ക് താങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കിരൺ ആശ്വസിപ്പിക്കുകയാണ്, വിഷമിക്കുമൊന്നും വേണ്ട. ഇനിയിപ്പം നമുക്കും നമ്മുടേതായ ഒരു ജീവിതം തുടങ്ങണ്ടേ. ഇത്ര നാൾ ഓരോരുത്തരുടെ ഓരോ പ്രശ്നങ്ങൾ കാരണം കുറച്ച് നാളുകളായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനിയിപ്പം ഗംഗാപ്രസാദിന്റെ കാര്യം ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അവനിനി വരാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞ് കല്യാണിയെ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷേ എങ്കിൽ കിരൺ അറിയത്തുണ്ടായിരുന്നില്ല വരാൻ പോകുന്ന പണി എന്താന്നുള്ള കാര്യം. സ്റ്റെഫി രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഗംഗയെ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവനെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരണം. അതാരാണെങ്കിലും ശരി, അവനെക്കുറിച്ച് അന്വേഷിക്കണം. അത് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുക്കണം. അങ്ങനെ സ്റ്റെഫി പുറത്തിറങ്ങിയതിന് ശേഷം പരാതിയുമായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. ആദ്യം എസ് ഐയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. എസ് ഐ എന്താ കാര്യം എന്ന് ചോദിച്ചു. സാറേ, ഒരു കംപ്ലൈന്റ് തരാൻ വന്നാന്ന് പറഞ്ഞു. കംപ്ലൈന്റ് തരാനോ? എന്ത് കംപ്ലൈന്റ്? എനിക്ക് സി ഐ സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അല്ല, കംപ്ലൈന്റ് എന്താന്ന് അത് ഞാൻ സി ഐ സാറിനോട് പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സി ഐയുടെ അടുത്തേക്ക് വരുവാണ്. സി ഐയുടെ അടുത്ത് വന്നപ്പോൾ സി ഐ എന്താടോ, അത് ഇവർക്ക് എന്തോ ഒരു കംപ്ലൈന്റ് തരാനുണ്ടെന്ന്. നീ അതല്ലേ അവളല്ലേ സ്റ്റെഫി അല്ലേ എന്ന് ചോദിച്ചു. അല്ല, നീ എന്നാ പരോളിന് ഇറങ്ങിയത്? പരോളിന് ഇറങ്ങിയിട്ട് 2 ദിവസമായി സാറേ. അതെ, ഞാന് ഗംഗാപ്രസാദും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഞങ്ങൾ വിവാഹം കഴിക്കാനിരുന്നവരാ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സി ബി ഐ പറഞ്ഞു, അവനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. സാറേ, പക്ഷെ ഇപ്പൊ ഗംഗയെ കാണാനില്ല. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവനെക്കുറിച്ച് ഒരു വിവരമില്ല. അവൻ എവിടെയുണ്ടെന്ന് അന്വേഷിക്കണം സാറേ. അവൻ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നേ. അത് കേട്ടപ്പോൾ എസ് ഐ പറഞ്ഞു, അവൻ ആപത്ത്, അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ടാ ഓർഡർ. അപ്പോഴാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റെഫി പറഞ്ഞു, അവൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയണം. അവനെ തീർത്തിട്ടുണ്ടോന്ന് എനിക്ക് അറിയണം സാറേ എന്ന് പറഞ്ഞു. അവനും ഞാനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അവനോടൊപ്പം ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പരോളിന് ഇറങ്ങിയത് പോലും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സി ഐ പറഞ്ഞു, അവൻ പുറത്തിറങ്ങിയാലും അല്ല, അവൻ ഇനിയിപ്പോ അധികം നാളെ പുറത്തോടെ വിലസില്ല. കാരണം അവൻ അകത്തേക്കാ പോകുന്നത്. പിന്നെ നീയും അവനും തമ്മിൽ എങ്ങനെയൊരു ജീവിതം ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഞാനും അവനും തമ്മിൽ ജീവിക്കും. അല്ല, ഇനിയിപ്പോൾ അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഭൂമി ജീവിക്കണം എന്ന് ആഗ്രഹമില്ല സാറേ. അതാ ഞാൻ പറഞ്ഞേ, അവനെക്കുറിച്ച് അറിയാനായിട്ടാണ് ഞാൻ ഈ പരാതി തരുന്നത്. അവനെ കാണുന്നില്ല, അവനെക്കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എസ് ഐക്ക് അത്ഭുതമാണ് തോന്നിയത്. കാരണം ഇവൾക്ക് തലയ്ക്ക് ഭ്രാന്തായെന്ന് പോലും ചിന്തിച്ചു.
നല്ലൊരു പെങ്കൊച്ച, വേണമെങ്കിൽ നല്ല സുഖമായിട്ട് വേറെ കല്യാണം കഴിച്ച് ജീവിക്കാന്നുള്ളൂ ഇനിയാണെങ്കിലും. പക്ഷേങ്കിൽ അവനെപ്പോലെ ദുഷ്ടന് വേണ്ടിയിട്ട് വക്കാലത്തുമായിട്ട് വന്നിരിക്കുന്നു അന്വേഷിക്കാനായിട്ട്. പക്ഷെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ സി ഐ ഉത്തരവിടുവാണ് അന്വേഷിക്കാനായിട്ട്. ഗംഗാപ്രസാദിനെ കുറിച്ച് അന്വേഷണ ഉത്തരവൊക്കെ ഇടുവാണ്. അവനെ കാണുന്നില്ലെന്ന് പറഞ്ഞല്ലേ കംപ്ലൈന്റ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇനിയിപ്പോ കിരണിനെ ചോദ്യം ചെയ്യാനായിട്ട് വരും. അവസാനം കാർത്തികയുടെ ദിലീപിന്റെ കല്യാണത്തിന് അങ്ങോട്ടേക്കാ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.